നിത്യസുന്ദരിയാണ് അഷ്ടമുടിക്കായൽ. കണ്ടാലും കണ്ടാലും മതി വരില്ല ആ സൗന്ദര്യം. അറിയാത്ത അത്ഭുതങ്ങൾ ധാരാളം ഉള്ളിലൊതുക്കുന്നുണ്ട് അവൾ. മത്സ്യങ്ങളായും ജലജീവികളായും അങ്ങനെ. അത്തരത്തിലുള്ള ഒരു ജലജീവിയെ അന്വേഷിച്ചാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കർഷകർക്ക് ധാരാളം വരുമാനം കൊണ്ടുവരുന്ന ചിപ്പി അഥവാ കല്ലുമ്മക്കായ. കായലിൽ കല്ലുമ്മക്കായ വസന്തം തേടി ഹരിതസുന്ദരം യാത്രയാകും. പോകാം. നീണ്ടകരയിലെ വെള്ളിത്തുരുത്തിലെ വലിയ കല്ലുമ്മക്കായ കൃഷിയിലേക്കാണ്, കൃഷിയുടെ കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മളൊരു യാത്ര പോകുന്നത്. വെള്ളിത്തുരുത്തിലെ കർഷകരുടെ ഒരു വലിയ സംഘം തന്നെയാണ് ഈ ചിപ്പി കൃഷിക്ക്, പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ചിപ്പി കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഏതാണ്ട് 680ഓളം വരുന്ന വലിയ നൈലോൺ റോപ്പുകളിലായിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ, ചിപ്പി കുഞ്ഞുങ്ങൾ വിരിയിപ്പിച്ച് വലിയ ചിപ്പി കൃഷിക്കുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നത്. ഇതിനുവേണ്ടി കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ പ്രത്യേകിച്ചും FFDAയുടെയൊക്കെ സാങ്കേതിക സഹായം ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ വള്ളത്തിൽ ഏകദേശം നടന്നെത്താവുന്ന ഒരു ദൂരത്തിനപ്പുറത്തേക്ക് പിന്നീട് പോകണമെങ്കിൽ ഈ വള്ളം തന്നെയാണ് നമുക്കൊരു കൂട്ട്. ഈ വള്ളത്തിൽ ഏതാണ്ട് 150 വാര അക്കരെ എത്തിയാൽ ഒരു നല്ല ചിപ്പി കൃഷിയുടെ കാഴ്ചകൾ കാണാം. ആ കാഴ്ചകൾ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. അഷ്ടമുടിക്കായലിൻ്റെ ഓളപ്പരപ്പിന് മുകളിലായിട്ട് വലിയ നീലാകാശ പന്തലിന് താഴെ നല്ല ജലജീവികൾ വിളഞ്ഞു മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു പ്രത്യേക സീസണിൽ മാത്രം അഷ്ടമുടിക്കായലിൻ്റെ ഓളങ്ങളിൽ വിരിയുന്ന കല്ലുമ്മക്കായ അഥവാ ചിപ്പി അത്യന്തം വാണിജ്യപ്രധാനമുള്ള ഒരു ജലജീവിയാണ് എന്ന് തെളിയിക്കാൻ കൂടി പോവുകയാണ് ഈ യാത്രയിൽ. കേരളത്തിൽ ഒരുപക്ഷെ വളരെ അനുയോജ്യമായ കായൽ തീരങ്ങളിൽ മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന, നദീമുഖങ്ങളിലും അതോടൊപ്പം തന്നെ അഴിമുഖങ്ങളിലും മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കല്ലുമ്മക്കായ കൃഷി അഷ്ടമുടിക്കായലിൽ വ്യാപകമാണ്. അതുമാത്രവുമല്ല, ഈ സീസണിൽ കാണേണ്ട മറ്റൊരു പ്രത്യേകത, പ്രസന്റ് ഉൾപ്പെടെയുള്ള കർഷകർ ഇവിടെ ചെയ്തിരിക്കുന്ന ബ്രൗൺ ചിപ്പിയാണ്. ബ്രൗൺ ചിപ്പി സാധാരണഗതിയിൽ വലിയ നൈലോൺ കയറുകളിൽ പിടിപ്പിച്ചുള്ളൊരു കൃഷി കേരളത്തിൽ അത്യപൂർവമാണ്. പച്ചച്ചിപ്പി ചെയ്യുന്ന ധാരാളം കർഷകരെ മലബാർ മേഖലയിലും പൊന്നാനിയിലും കോഴിക്കോട് നന്ദിയിലും കല്ലേത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വെള്ളിത്തുരുത്തിലെ കർഷകർ കൃഷി ചെയ്യുന്ന കല്ലുമ്മക്കായ് തോട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പോയി. അഷ്ടമുടിക്കായലിൻ്റെ മുകളിൽ വലിയ മുളകളുടെ റാഫ്റ്റുകളിൽ കെട്ടി, അതിൽ നീളൻ കയറുകൾ കെട്ടി കൃഷി ചെയ്യുന്ന ഒരു വലിയ കല്ലുമ്മക്കായ് തോട്ടത്തിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പോൾ എത്തിച്ചേരും. കല്ലുമ്മക്കായ് കൃഷിയുടെ കൂടുതൽ സാധ്യതകൾ, കല്ലുമ്മക്കായ് കൃഷിയുടെ ഒരു വസന്തം തന്നെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. 1000 കൊറ്റികളും എരണ്ടകളും വിരുന്നു വരാൻ പോകുന്ന അതിഥികളെ കാത്ത് ഈ റാഫ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ എത്തേണ്ട താമസം അവ അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോഴേ കണ്ടുതുടങ്ങുന്നത്. ഏതാണ്ട് കല്ലുമ്മക്കായ ചിപ്പി ഫാം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകൃത സംരംഭം എന്നൊരു ബോർഡ് നമ്മെ വരവേൽക്കുന്നുണ്ട്. അതോടൊപ്പം കള്ളന്മാരെയും മറ്റും ഒഴിവാക്കുവാൻ വേണ്ടി ഫാം ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നുകൂടി ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് കടൽക്കാക്കകളും എരണ്ടകളും ഒക്കെ ധാരാളം വന്ന് ഇരപിടിക്കാനായി ഇതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. പക്ഷേ അവർക്ക് ഒരു ഇരയെ പോലും, പ്രത്യേകിച്ചും ചിപ്പിയിൽ നിന്നും ഒരെണ്ണത്തിനെ പോലും അടർത്തിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അവരുടെ ഒരു വിശ്രമത്താവളമായി ഈ ഒരു റാഫ്റ്റ് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് വള്ളം അടുക്കുന്നതോടെ അവ പറന്നു പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കൂട്ടത്തോടെയാണ് പറക്കൽ. ആകാശത്ത് ഒരു വെള്ളി നക്ഷത്രം വിരിഞ്ഞതുപോലെ, അനേകായിരം വെള്ളി നക്ഷത്രം വിരിഞ്ഞതുപോലെ കടൽക്കാക്കകൾ പറന്ന് അകലുകയാണ്. എരണ്ടകൾ അല്പം അവിടെ വിശ്രമിക്കുന്നുണ്ട്. അവയും ഉടനെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാകും. വലിയ മുളംകുറ്റികൾ നന്നായി ചെളിയിൽ അടിച്ചുറപ്പിച്ച് വളരെ ശില്പഭദ്രമായി കെട്ടിയൊരുക്കിയ റാഫ്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ റാഫ്റ്റുകളിൽ നിന്ന് ചെറിയ മില്ലിമീറ്റർ വ്യാസമുള്ള നൈലോൺ കയറുകളിലേക്കാണ് ഈ കല്ലുമ്മക്കായ ജീവനുള്ള ചിപ്പി വളരുന്നത്. അത് വെള്ളത്തിൽ സമൃദ്ധമായി അവയ്ക്ക് ചലിക്കുവാനും അതോടൊപ്പം തന്നെ ജലത്തിലെ പ്ലവകങ്ങളെ പരമാവധി വലിച്ചെടുക്കുവാനുമുള്ള സൗകര്യം ചെയ്തുകൊണ്ട് അഷ്ടമുടിക്കായലിലെ ചെറുകാറ്റിൽ ഇങ്ങനെ ഉലാത്തുകയാണ് കക്കകൾ. യഥാർത്ഥത്തിൽ തീരത്ത് നിന്ന് കണ്ട ഒരു ചിത്രമല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ ശില്പഭദ്രമായി, വളരെ യുക്തിസഹമായി കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു റാഫ്റ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അഷ്ടമുടിക്കായലിലെ ചെളിയിലേക്ക് ആഴത്തിൽ ഉറപ്പിച്ച മുളംകുറ്റികളിൽ വളരെ ശക്തമായി നിലനിർത്തിയിരിക്കുന്ന ഈ റാഫ്റ്റിലാണ് ഈ കല്ലുമ്മക്കായ അഥവാ ഈ ചിപ്പിക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതായത് ജലത്തിൽ മാത്രം വളരുന്ന ഒരു ജലജീവിയായ കല്ലുമ്മക്കായയെ വളരെ ഭംഗിയായി
ഇതുപോലുള്ള നൈലോൺ ഡ്രോപ്പുകളിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന പ്രക്രിയയാണ് ചെയ്തിരിക്കുന്നത്. ജലത്തിൽ ആടി ഉലഞ്ഞ് അഷ്ടമുടിക്കായലിൻ്റെ കാറ്റേറ്റ് അഷ്ടമുടിക്കായലിൻ്റെ പ്ലവകങ്ങൾ ഏറ്റുവാങ്ങി നല്ല ഭക്ഷണം കഴിച്ച് വളരാനുള്ള അനുകൂലമായൊരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മുളംകുറ്റികളിൽ ഏതാണ്ട് ഒരടി അകലത്തിൽ അടുപ്പിച്ച് കെട്ടിയിരിക്കുന്ന നൈലോൺ വലകളിലാണ് ഇവ തൂങ്ങിക്കിടക്കുന്ന. ഒരു വല ഞാൻ അഴിച്ചെടുക്കാനുള്ള ഒരു കല്ലുമേക്കായ കൃഷിയുടെ എക്കാലത്തെയും മാതൃകാപരമായ ഒരു റോളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. കാരണം നമുക്ക് എവിടെ കല്ലുമേക്കായ കൃഷി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നൈലോൺ റോപ്പുകളിൽ കല്ലുമേക്കായ പിടിച്ച് സത്യം പറഞ്ഞാൽ തിരിതെടുത്ത് പൂക്കുക എന്നൊക്കെ നമ്മൾ കുരുമുളകിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തിരിതെടുത്ത് പൂത്തിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കല്ലുമേക്കായ. ഇപ്പോൾ കല്ലുമേക്കായ അഥവാ ചിപ്പി ഇങ്ങനെ തുപ്പുന്ന വെള്ളം തുപ്പുന്ന ഒരു കാഴ്ച നമുക്ക് ചിലയിടത്തെങ്കിലും നോക്കിയാൽ കാണാൻ കഴിയും. വെള്ളം തുപ്പുകയാണ് ചിപ്പി. അതായത് ഇവയ്ക്ക് 2 സൈഫൺ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഒരു സൈഫണിലൂടെ വെള്ളം വലിച്ചെടുക്കുകയും വെള്ളത്തിലെ ജലജീവികളെ ഭക്ഷണമാക്കുകയും മറ്റ് സൈഫണിലൂടെ വെള്ളം തുപ്പിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കല്ലുമേക്കായ അഥവാ ചിപ്പി അനുവർത്തിക്കുന്നത്. ഈ കയറിലേക്ക്, അതായത് ഈ നൈലോൺ റോപ്പുകളിലേക്ക് കല്ലുമേക്കായ പിടിപ്പിക്കുന്നത് ചില പ്രത്യേക പ്രക്രിയകൾ വഴിയാണ്. ഗോസ്, അതായത് മെഡിക്കൽ നെറ്റുകൾ, നമ്മുടെ മുറിവൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ നെറ്റുകളിലേക്ക് കല്ലുമേക്കായുടെ ചിപ്പിയുടെ തരികൾ, അതായത് സ്പാറ്റ് എന്നറിയപ്പെടുന്ന ചിപ്പിയുടെ വിത്തുകൾ, കണ്ണുള്ള വിത്തുകൾ നിരത്തി വെച്ചതിന് ശേഷം അതിന്മേലേക്ക് കട്ടിയുള്ള ഇത്തരത്തിലുള്ള നൈലോൺ റോപ്പുകൾ, എനിക്ക് തോന്നുന്നൊരു 6 മില്ലിമീറ്ററെങ്കിലും വ്യാസമുള്ള നൈലോൺ റോപ്പുകൾ അതിൽ നിരത്തി വെച്ചതിന് ശേഷം ഈ ഇരുഭാഗത്തു നിന്നുമായി ഈ ഗോസ് വലിച്ച് സൂചി കൊണ്ട് തയ്ച്ച് അവയെ ഈ കയറിലേക്ക് പിടിപ്പിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇതിനെ ഏതാണ്ട് 1.5 മീറ്റർ ആഴമുള്ള വെള്ളത്തിലേക്ക് താഴ്ത്തിയിടുകയും ഇതുപോലെയുള്ള മുള റാഫ്റ്റുകളിൽ കെട്ടിവെക്കുകയും ചെയ്യുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കായലിലെ ഉപ്പ് കൊണ്ടും ജലാംശം കൊണ്ടും ഈ തുണി അഥവാ ഗോസ് അഴുകിപ്പോവുകയും വിത്തുകൾ ഈ കയറിലേക്ക് പിടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അത് 5 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുകയും 6-ാം മാസം തന്നെ വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്യുന്നു. പച്ചച്ചിപ്പിയുടെ കാര്യത്തിലും ഇപ്പോൾ ആദ്യമായി കൃഷി ചെയ്യുന്ന ബ്രൗൺ ചിപ്പിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക. ബ്രൗൺ ചിപ്പിയും പച്ച ചിപ്പിയും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടിൻ്റെയും വിത്തുകൾ ഒരുപക്ഷെ ഇത് ആദ്യ സമയത്ത് വിതറിയപ്പോൾ തന്നെ പാറ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും വെള്ളത്തിൽ വളരെ അനായാസമായി കിടക്കുകയും എപ്പോൾ വേണമെങ്കിലും എടുത്തുയർത്തുകയും എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ധനം തന്നെയാണ്. ശരിക്കും മുത്ത് തന്നെയാണ്, ചിപ്പിക്കുള്ള ധനം തന്നെയാണ് കല്ലുമേക്കായ. ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു റെഫ്രിജറേറ്ററോ പ്രത്യേക സംഭരണിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ആവശ്യക്കാർ വരുമ്പോൾ മാത്രം ഈ റാഫ്റ്റിൽ നിന്നും ഈ വലകളിൽ ഈ കയറുകൾ അഴിച്ച് നമുക്ക് വിതരണം ചെയ്യാം. ബാക്കി വരുന്നവയെ സൂക്ഷിക്കുവാനും ഈ ജലാശയങ്ങൾ തന്നെ ശരണം. അഷ്ടമുടിക്കായലിൽ അക്ഷരാർത്ഥത്തിൽ വിളയുന്ന ഒരു മുത്ത് തന്നെയാണ് ഈ മസൽ എന്ന കല്ലുമേക്കായ അഥവാ ചിപ്പി എന്ന് ചിലയിടങ്ങളിൽ അറിയപ്പെടുന്ന ഈ ചെറുജീവി. സാധാരണഗതിയിൽ ജീവനുണ്ട് എന്ന് പലരും കരുതാത്ത ഒരു ചെറുജീവി കൂടിയാണ് ഈ കല്ലുമേക്കായ അഥവാ ചിപ്പി. ചിപ്പി കൃഷി വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ വിവിധ കായലുകളനുസരിച്ച് വിവിധ കായലുകളിലെ ഉപ്പിൻ്റെ നിലവാരമനുസരിച്ച് ഈ ചിപ്പിയുടെ ഘടനയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിരിയുന്നത് പച്ചച്ചിപ്പി എന്നറിയപ്പെടുന്ന ചിപ്പിയാണ്. അതായത് പച്ചച്ചിപ്പിയാണ്ട് പച്ച നിറത്തിലുള്ള ഈ വർണ്ണം നോക്കിയാൽ തന്നെ അറിയാം. നല്ല ഒന്നാന്തരം മയിലിൻ്റെ കഴുത്ത് പോലെ, മയിൽപീലിയുടെ ഉള്ളിലെ തീഷ്ണ ലാവണ്യം പോലെ തന്നെ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന ചിപ്പിയാണ് പച്ചച്ചിപ്പി എന്നറിയപ്പെടുന്ന ഈ ചിപ്പി. ഒരുപക്ഷെ കോഴിക്കോട്, കല്ലയം, നന്ദി തീരങ്ങളിൽ, മലബാറിൻ്റെ തീരങ്ങളിൽ, കാസർഗോഡ്, പടന്ന എന്നീ സ്ഥലങ്ങളിലുള്ള ലവണത്തിൻ്റെ അംശം കൂടിയ ജലാശയങ്ങളിൽ വളരുന്ന ചിപ്പിയാണ് പച്ചച്ചിപ്പി. കല്ലുമേക്കായ അഥവാ ഈ ചിപ്പി, പച്ചച്ചിപ്പിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഇനവും പച്ചച്ചിപ്പി തന്നെയാണ്. അതായത് ഇതിൻ്റെ തൊണ്ടിളക്കിയ ഈ പച്ചച്ചിപ്പിക്ക് അതിൻ്റെ രുചിയുടെ പ്രാധാന്യമനുസരിച്ച് ഏതാണ്ട് 650 രൂപയോളം തന്നെ
പൊതുവിപണിയിൽ വില ലഭിക്കുന്ന ചിപ്പി കൂടിയാണ് പച്ചച്ചിപ്പി. നേരെ മറിച്ച് ചേർത്തല മുതൽ തെക്കോട്ട് വിഴിഞ്ഞം വരെയുള്ള കടൽ തീരങ്ങളിൽ വിളയുന്ന ചിപ്പിയാണ് ബ്രൗൺ ചിപ്പി അഥവാ തവിട്ട് നിറത്തിലുള്ള ഈ ചിപ്പി എന്ന് പറയുന്നത്. രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ രണ്ടിനുമുണ്ട്. ബ്രൗൺ ചിപ്പിക്ക് അല്പം രുചി കുറവാണ് എന്ന് പൊതുവെ ഭക്ഷണപ്രിയർ പറയും. അതുകൊണ്ട് തന്നെ ബ്രൗൺ ചിപ്പിയുടെ മാംസത്തിന് കിലോയ്ക്ക് ഏതാണ്ട് 150 രൂപയോളം മാത്രമേ വില ലഭിക്കുകയുള്ളൂ. തെക്കോട്ട്, അതായത് തെക്കൻ കേരളത്തിൽ, അതായത് വൈക്കം, ചേർത്തല, ഇങ്ങോട്ട് വിഴിഞ്ഞം, കായംകുളം, അഷ്ടമുടിക്കായൽ ഭാഗത്തൊക്കെ കൂടുതൽ വിളയുന്നത് ഈ ബ്രൗൺ ചിപ്പിയാണ്. എന്തായാലും പച്ചച്ചിപ്പി ആയാലും ബ്രൗൺ ചിപ്പി ആയാലും ഇവയുടെ കൃഷി വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഇതിപ്പോൾ കായലിൽ നിന്ന്, അഷ്ടമുടി കായലിൽ നിന്നാണ് ഞാൻ ഈ ചിപ്പി വാരിയെടുക്കുന്നത്. ഒരുപക്ഷെ ഇത് കായലിലെ ചെളിയിൽ പൂഴ്ന്നു കിടക്കുന്ന ഈ കർഷകർ ഇതിന് അല്പം വലിപ്പം വെക്കാൻ വേണ്ടിയും ഒരുപക്ഷെ അതിന് കൂടുതൽ രുചി കിട്ടാൻ വേണ്ടിയും ഇതിനെ കയറിൽ നിന്ന് സ്വതന്ത്രമാക്കി കായലിലേക്ക് വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കുംഭമാസത്തിലെ ഈ ഒരു ചൂടും അതോടൊപ്പം തന്നെ കായലിനെ പുണർന്നു നിൽക്കുന്ന ഒരു കാറ്റുമൊക്കെ തന്നെ ചിപ്പിക്ക് വിളയാൻ ഏറ്റവും സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടലിലാണ് യഥാർത്ഥത്തിൽ ചിപ്പി വിളയുന്നത്. കടലിലെ ഉപ്പുരസം കുറയുന്ന സമയത്ത്, ചെറിയ മൺസൂൺ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ചിപ്പി ബ്രീഡ് ചെയ്യുകയും അത് കല്ലിൽ ഒട്ടിപ്പിടിക്കുകയും അത് കല്ലിൽ നിന്ന് ഉളി കൊണ്ട് ചീകിയെടുത്ത് വീണ്ടും കായലിൽ അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വെള്ളിത്തുരുത്തിൽ കാണാൻ കഴിയുന്നത്. ഈ ചിപ്പി വളർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടലിൽ വിളയുന്ന ചിപ്പി കായലിൽ വളർന്ന് കടൽ കടന്നു പോയി വെള്ളക്കാരുടെ തീന്മേശകൾ അലങ്കരിക്കുന്ന ഒരു കാഴ്ചയാണ്. വലിയ രീതിയിലുള്ള ഒരു ധനശേഖരം കൂടിയാണ് ഈ ചിപ്പി ഈ കൈക്കുള്ളിൽ നമുക്ക് കൊണ്ടുവരുന്നത്, കർഷകർക്ക് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചിപ്പിയിൽ ചിപ്പിയുടെ മാംസം ഇത് ഉറച്ച ബ്രൗൺ ചിപ്പിയുണ്ട്, അതോടൊപ്പം തന്നെ മാംസം ഉറച്ച പച്ച ചിപ്പിയുണ്ട്. ഇതിൻ്റെ വളർച്ച ഏതാണ്ട് 5 മാസം ആകുമ്പോഴേക്കാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. ഇതിപ്പോൾ അത്രയും എത്തിയിട്ടുള്ള ചിപ്പിയല്ല, ഏതാണ്ട് 2 മാസം മാത്രം പ്രായമുള്ള ചിപ്പിയാണ്. ഇത് ഏകദേശം 5 സെൻറ്റിമീറ്റർ മുതൽ 23 സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിൽ നീളുന്ന ചിപ്പിയുണ്ട്. ചിപ്പിയുടെ ഒരു വില അതെപ്പോഴും 3 ഡൈമെൻഷണൽ രീതിയിൽ, അതായത് 3 ഭാഗവും നീളത്തിലും വീതിയിലും വണ്ണത്തിലും ഉറയ്ക്കുന്ന ചിപ്പിക്കാണ് എപ്പോഴും വിപണിയിൽ ഏറ്റവും കൂടുതൽ വില. കൂടുതൽ കയറ്റുമതി സാധ്യതയുള്ളൂ അത്തരം ചിപ്പികൾക്കാണ്. ഒരുപക്ഷെ ഈ അഷ്ടമുടിക്കായൽ എന്ന ഈ റിസർവോയറിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു ജീവി കൂടിയാണ് ഈ പച്ചച്ചിപ്പിയും ബ്രൗൺ ചിപ്പിയും. ഏതാണ്ട് പ്രജനന കാലത്ത് ഒരു ചിപ്പിയിൽ നിന്നും ഏതാണ്ട് 2 ലക്ഷത്തോളം തന്നെ മുട്ടകളുണ്ടാവും. അത് 2 ലക്ഷത്തോളം കുഞ്ഞുങ്ങളായിട്ടാണ് അത് മാറുന്നത്. ഒരുപക്ഷെ ഈ ബ്രൗൺ ചിപ്പിയും മറ്റും കടലിലും മറ്റും മുട്ടയിട്ട് വിരിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കടലിൻ്റെ നിറം തന്നെ മാറാറുണ്ട്. അങ്ങനെ കടലിൻ്റെ നിറം മാറി വരുമ്പോഴാണ് ചിപ്പി വിളഞ്ഞു അല്ലെങ്കിൽ ചിപ്പി പെരുകി എന്ന് കർഷകർ പറയാറുള്ളത്. ആ ഭാഗത്ത് നിന്നാണ് പലപ്പോഴും ഇതിൻ്റെ വിത്തുകൾ കല്ലിൽ നിന്ന് ചീന്തി എടുത്ത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നീണ്ടകര പഞ്ചായത്തിലെ വെളുത്തുരുത്തിലെ ചിപ്പി കർഷകരായ പ്രസന്നനും ബാബുവും നമ്മോടൊപ്പം ഉണ്ട്. അതോടൊപ്പം മത്സ്യസമൃദ്ധിയുടെ കോർഡിനേറ്റർ ബാബുവും ഈ കാര്യങ്ങൾ വിശദീകരിക്കുവാനായി ഈ വള്ളത്തിന് ചുറ്റുമായി നിൽക്കുകയാണ്. അപ്പോൾ പ്രസന്നൻ, എത്ര വർഷമായി കൃഷി തുടങ്ങി? 5 വർഷമായി. ഈ ചിപ്പിയുടെ ആവശ്യക്കാരാണ് യഥാർത്ഥം? ചിപ്പിയുടെ ആവശ്യം മാംസം ഭക്ഷിക്കുന്നവർ, അവർ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്നത് കോഴിക്കോട് മേഖലയുള്ളവരും, പിന്നെ ഇപ്പം ഗോവയിലേക്ക് നല്ല മാർക്കറ്റുണ്ട്. പ്രസന്നൻ്റെ ഈ വിളയുന്ന ചിപ്പി പ്രസന്നെ ആർക്കാണ് കൊടുക്കുക? ഈ കളറുള്ള റെഡ് മസൽ നമ്മുടെ പ്രാദേശിക ഫിഷ് സ്റ്റാളുകൾക്കും, എന്നിട്ട് ഗ്രീൻ മസൽ ഗോവയ്ക്കുമാണ് വിടുന്നത്. ഇത് വാങ്ങിക്കാൻ വരുന്ന ആളുകൾ പച്ച ചിപ്പിയോടാണോ അതേ ബ്രൗൺ ചിപ്പിയോടാണോ കൂടുതൽ താല്പര്യം? പച്ച ചിപ്പിയോടാണ്. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ മീറ്റിന് ഇച്ചിരി സോഫ്റ്റ്നെസ്സാണ്. മറ്റേ ഈ സൈസ് റെഡ് ആണെങ്കിൽ ഇച്ചിരി ഹാർഡാണ്. റെഡ് ഇച്ചിരി ഹാർഡാണ്. റെഡ് ഇച്ചിരി ഹാർഡാണ്. ഇപ്പോൾ ബാബുവിൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം, പ്രശ്നം അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ചിപ്പിക്ക് ഇപ്പോൾ പച്ച ചിപ്പിക്ക് എത്ര രൂപ വിലയുണ്ട്? ഇപ്പോൾ ഇവിടെ അത് കിലോ ആയിട്ടാണ് എടുക്കുന്നത്. പല റേറ്റിലും പല ആൾക്കാരും വന്ന് എടുക്കുന്നുണ്ട്. പരമാവധി എത്ര കിട്ടും? പരമാവധി 150 രൂപ 200 രൂപ ഒക്കെ വില വീഴുന്നു. തൊണ്ടോടുകൂടി? തൊണ്ടിളക്കിയതോ? തൊണ്ടിളക്കിയതിന് 700 രൂപ. വലിയ വിലയില്ലേ അത്? വലിയ വില. അത്രയും വിലയൊക്കെ വാങ്ങിക്കാവോ പ്രശ്നം? ഇതിൽ ചെയ്യുന്ന
കഷ്ടപ്പാട് ആലോചിക്കും. കടലിൽ പോയി വാരിക്കൊണ്ടുവരുന്ന വിത്താണിത്. എന്നിട്ട് ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ മുഴുവൻ വളർന്നു കിട്ടത്തില്ല. ഇത് ചാവും തോറും വളരുകയും വളരും തോറും ചാവുകയും ചെയ്യുന്ന ഒരു മത്സ്യസമ്പത്താണ് ഈ കല്ലുമേക്ക. ഏതോ പാർട്ടിയെ പോലെ അല്ലേ? അങ്ങനെ പറയുന്നില്ല. അത് കണക്കാക്കി നമ്മൾ ഇടുന്ന വിത്തുകൾ മുഴുവൻ വളർന്നു കിട്ടത്തില്ല. അന്നേരം ഏകദേശം നമുക്ക് ഒരു 400 രൂപയ്ക്ക് മുകളിൽ ഒരു കിലോ മീറ്റിന് കിട്ടിയെങ്കിൽ മാത്രമേ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അഷ്ടമുടിക്കായലിൽ പ്രത്യേക സീസണിൽ വിരിഞ്ഞു നിറയുന്ന കല്ലുമേക്കായ അക്ഷരാർത്ഥത്തിൽ ധനം തന്നെയാണ്. അഷ്ടമുടിക്കായലിൻ്റെ മുത്താണ് യഥാർത്ഥത്തിൽ കല്ലുമേക്കായ. ഇത്രയേറെ മാംസ്യ സമ്പുഷ്ടമായ, ഇത്രയേറെ ധാതു ലവണ സമ്പുഷ്ടമായ മറ്റൊരു ജീവിയും ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ വിപണിയിൽ വലിയ ഡിമാൻഡാണ് എപ്പോഴും കല്ലുമേക്കായ്ക്കുള്ളത്. കല്ലുമേക്കായ കൊണ്ട് സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. കല്ലുമേക്കായയിൽ ഉയർന്ന അളവിൽ തന്നെ മാംസ്യം, അതോടൊപ്പം ഉയർന്ന അളവിൽ കൊഴുപ്പ്, കാൽസ്യം, ഗ്ലൈക്കോജൻ, ഫോസ്ഫറസ് തുടങ്ങി ശരീരത്തിന് ആവശ്യമുള്ള മിക്കവാറും എല്ലാ ധാതു ലവണങ്ങളും കല്ലുമേക്കായയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്ര നിരീക്ഷകർ തെളിയിച്ചിട്ടുണ്ട്. കല്ലുമേക്കായ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഒരുപക്ഷെ കേരളത്തിൻ്റെ മലബാർ തീരത്ത് ഞമണ്ടി പൊരിച്ചത്, കല്ലുമേക്കായ വറുത്തത്, അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ കിട്ടാറുണ്ട്. തെക്കൻ കേരളത്തിൽ കല്ലുമേക്കായ റോസ്റ്റും കല്ലുമേക്കായ ഫ്രൈയുമാണ് വളരെ പ്രാധാന്യത്തോടെ ആളുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് നിന്ന് കല്ലുമേക്കായ റോസ്റ്റ് കഴിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രസന്നൻ അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തിട്ടുണ്ട്. കല്ലുമേക്കായ അതിൻ്റെ ചിപ്പി വളരെ ഭംഗിയായി വളരെ സൂക്ഷ്മതയോടുകൂടി ഇളക്കുവാനുള്ള വൈദഗ്ധ്യം ഇവിടുത്തെ അമ്മമാർക്കുണ്ട്. അത് നല്ലവണ്ണം പൊളിച്ച് അതിൻ്റെ മാംസം പുറത്തെടുത്ത് അതിന് നാരുകൾ കളഞ്ഞ് കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ പാചകത്തിനുള്ള അരങ്ങ് ഒരുങ്ങുകയായി. പാചകത്തിനായി വൃത്തിയാക്കിയ കല്ലുമേക്കായ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ തിളയ്ക്കുന്നതോടെ, കടുക് പൊട്ടിത്തെറിക്കുന്നതോടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്ന ഒരു മിശ്രിതം ആദ്യമേ തന്നെ പരുവപ്പെടുത്തുകയായി. തുടർന്ന് വെള്ളം പറ്റിയ കല്ലുമേക്കായ അതിലേക്ക് നിറച്ചിട്ട് അത് വളരെ ഭംഗിയായി മഞ്ഞപ്പൊടി മേമ്പൊടിയായി തൂകി നല്ലവണ്ണം കുഴച്ച് എണ്ണയിൽ വെന്തു വരുന്ന പരുവത്തിൽ എത്തിക്കുകയും തുടർന്ന് കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ഉപ്പും ഒക്കെ പാകത്തിന് ചേർത്ത് ഒടുവിൽ മുളകിൻ്റെയും തക്കാളിയുടെയും ഒക്കെ അകമ്പടിയോടെ പുറത്തിറങ്ങുന്ന കല്ലുമേക്കായ റോസ്റ്റ് ആരുടെയും നാവിൽ വെള്ളം മുറിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നല്ല കല്ലുമേക്കായ റോസ്റ്റ് പാചകം ചെയ്തു വരുന്നതിൻ്റെ സുഗന്ധഗന്ധം ഇതാ അഷ്ടമുടിക്കായലിൻ്റെ കാറ്റിൽ ഒഴുകി വരികയാണ്. ഞങ്ങൾ അത് രുചിച്ച് നോക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കോർഡിനേറ്റർ ബാബു നമ്മോടൊപ്പം ഉണ്ട്. ബാബു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഇത്രയും വിലയൊക്കെ ഉണ്ടോ ഇതിന്? ഈ നീണ്ടകര പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ് പ്രസന്നൻ. ഞങ്ങൾ ഒരുമാതിരി അവാർഡ് വരെ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് പിന്നെ അവാർഡ് കൊടുക്കാതെ? അത് അവാർഡ് 2 പ്രാവശ്യം നീണ്ടകര പഞ്ചായത്തിൻ്റെ രീതിയിൽ മത്സ്യസമൃദ്ധ വേദിനം അയാളെ ഇത് ആദരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവാർഡ് കമ്മിറ്റി വന്ന് തിരഞ്ഞെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും. പിന്നെ അയാളുടെ കൂടെ ഇവിടെ തന്നെ നീണ്ടകര പഞ്ചായത്തിൽ 10-15 കർഷകരുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഈ കൃഷി വിജയിപ്പിക്കുന്നത് പ്രസന്നനാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾ ഇതെല്ലാം നമ്മുടെ ഈ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വരികയാണ്, കായൽ കൃഷി ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ ബാബു അവസരം കൊടുക്കും? തീർച്ചയായിട്ടും. നീണ്ടകര പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലപാടിൽ എനിക്ക് നീണ്ടകര പഞ്ചായത്തിലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പുറത്തുള്ളൊരു പഞ്ചായത്തിലുള്ള ഒരാൾ ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ വന്ന് കായലിൽ കുറച്ച് കൃഷി ചെയ്യാന്ന് വിചാരിച്ചു. ഉള്ള സാഹചര്യങ്ങളും ഈ കായലിൻ്റെ അതിർത്തിയും കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അധികം നാൾ നിലനിൽക്കുന്ന ഒരു കൃഷിയാണെന്ന് അഭിപ്രായം? തീർച്ചയായിട്ടും. ഇതിന് സാധാരണ ഇതിലൊരു സീസൺ ഉണ്ടെന്നല്ലേ പ്രശ്നം പറയാറ്? ചില സമയങ്ങളിൽ ഇത് വിത്ത് വീഴാറില്ല. വിത്ത് കിട്ടാൻ വളരെ പാടാണ്. അവരതാണ് ഈ പ്രാവശ്യം കായലിൽ വിത്ത് വീണില്ല, കടലിൽ പോയാണ് വിത്ത് എടുത്തുകൊണ്ട് വന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രസന്നനാണ് ഇവിടെ ബാക്കിയുള്ള കർഷകർക്കൊക്കെ വിത്ത് കൊടുത്തത്. പ്രസന്ന, ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് മലബാറിൽ പോയപ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞിരുന്നു ഇതിനൊരു ഒരു പരാതം വന്ന് ഇതിൻ്റെ കാലിനെ ബാധിക്കുന്നു, അതുകൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ല അനുഭവം ഇവിടെ ഉണ്ടായി? ഇതിൻ്റെ പ്രത്യേകിച്ച് പരാഗങ്ങൾ വന്നല്ല, വെള്ളത്തിൻ്റെ നീരുമാറ്റം അനുസരിച്ച്, അതായത് ചൂടിൻ്റെ അളവ് കൂടിയാലും കടലിൽ നിന്ന് കയറി വരുന്ന കറവെള്ളത്തിൻ്റെ അളവ് മാറിയാലും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ചെറിയ മാറ്റം ഉണ്ടായാൽ മതി ജലത്തിന്. എത്ര ഇത് ചത്തുപോയി കഴിഞ്ഞാലും നമുക്ക് ചെയ്യുന്നതിൻ്റെ എത്ര രൂപയാണോ നമ്മൾ ഇതിന് മുതൽ മുടക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി പൈസ നമുക്ക് അധികമായിട്ട് കിട്ടും, നല്ല രീതിയിൽ ജോലി ചെയ്താൽ.
ഇപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൃഷി രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് വരുത്തേണ്ടത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കൃഷി രീതി എങ്ങനെയാണ്? അടിസ്ഥാനപരമായ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ ഡിസംബർ മാസം ആവുന്നതിന് തൊട്ട് മുമ്പേ തന്നെ മുളപ്പന്തൽ അതേപോലുള്ള പന്തൽ കെട്ടി റെഡിയാക്കി നിർത്തണം. അതിനുശേഷം നമ്മൾ വിത്ത് കൊണ്ടുവന്ന് ഇത് മെഡിക്കൽ ക്ലോത്തിനകത്ത് വെച്ച് നൈലോൺ റോപ്പ് അതിനകത്ത് 14 mm റോപ്പ് വെച്ച് സൂചി നൂല് ഉപയോഗിച്ച് തുന്നി കെട്ടി ഒരു മീറ്റർ നീളത്തിൽ ചെയ്യുമ്പോൾ ഒരു റാളാവും. ആ രീതിയിലുള്ള 650 റാളാണ് ഇപ്പോൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. എത്ര മാസം കൊണ്ട് ഇതിൻ്റെ പൂർണ്ണ വിളവ് കിട്ടും? ഇത് ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സമയമാണ് ജൂൺ മാസം. അതായത് തോടോട് 1 കിലോയ്ക്ക് 350 രൂപയ്ക്ക് മേളിൽ വരെ തോടോട് വില വീഴും ജൂൺ മാസം. ചില വർഷങ്ങളിൽ 300 രൂപ വീഴത്തുള്ളൂ. എന്നാൽ ഈ വർഷം ധാരാളം വടക്കൻ കേരളത്തിലെല്ലാം ധാരാളം കല്ലുമേക്ക ഉണ്ടായതുകൊണ്ട് വില അല്പം താപ്പോട്ട് പോകാൻ സാധ്യതയുള്ളതായിട്ട് ഒരു ചെറിയ ഉദ്ദേശമുണ്ട്. വടക്കൻ കേരളത്തിൽ കല്ലുമേക്കായി കുറയാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. വൾഗായി വീണ് അവിടെ നിന്നും വിത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങി, ഇത് കൂടാതെ വിലയ്ക്ക് വാങ്ങി വിട്ടിട്ടുണ്ട്. മാസമെങ്കിൽ 6 മാസം കല്ലുമേക്കായാൽ തളിർത്ത ജീവിതങ്ങൾ നിരവധിയുണ്ട് ഈ തീരത്ത്. അഷ്ടമുടിക്കായൽ എന്ന ഈ സുന്ദരി ഇനിയും എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ അറിയാൻ ഇനിയും വരും എപ്പിസോഡുകൾ കാണേണ്ടി വരും. ഇപ്പോൾ യാത്ര.